നമസ്കാരം. മധ്യപ്രദേശിൽ ദുരൂഹ സാഹചര്യത്തിൽ 60-കാരന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയ കേസിൽ മൂന്നാം ഭാര്യയും കാമുകനുമടക്കം 3 പേർ അറസ്റ്റിൽ. അനുപൂർ ജില്ലയിൽ ഓഗസ്റ്റ് 30-നായിരുന്നു സംഭവം. 60 വയസ്സുള്ള ഭയ്യാലാൽ രജകാണ് കൊല്ലപ്പെട്ടത്. ഭയ്യാലാലിന്റെ മൂന്നാമത്തെ ഭാര്യ 38-കാരിയായ മുന്നി എന്ന വിമല രജക്, കാമുകനായ നാരായൺ ദാസ് കുഷ്വാഹ എന്ന ലല്ലു, തൊഴിലാളിയായ ധീരജ് കോൾ എന്നിവരാണ് അറസ്റ്റിലായത്. കിണറ്റിൽ മരിച്ചു കിടക്കുകയായിരുന്ന ഭയ്യാലാലിന്റെ മൃതദേഹം രണ്ടാം ഭാര്യയാണ് ആദ്യം കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചു. വിശദമായി നടത്തിയ അന്വേഷണത്തിലാണ് ഭയ്യാലാലിന്റെ കൊലപാതകത്തിന് പിന്നിൽ മൂന്നാം ഭാര്യയും കാമുകനുമാണെന്ന് കണ്ടെത്തിയത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് സഹായിച്ച മറ്റൊരു യുവാവും അറസ്റ്റിലായിട്ടുണ്ട്. അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഒരു സാധാരണ കൊലപാതകമാണെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും പോലീസ് അന്വേഷണം ചെന്നെത്തിയത് വഞ്ചനയുടെയും ഗൂഢാലോചനയുടെയും ഞെട്ടിക്കുന്ന വിവരങ്ങളിലായിരുന്നു. അനുപൂരിലെ സഖാരിയ ഗ്രാമത്തിലാണ് ഭയ്യാലാൽ രജക് എന്നയാളുടെ മൃതദേഹം ചാക്കും പുതപ്പും ഉപയോഗിച്ച് പൊതിഞ്ഞുകെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. ഭയ്യാലാലിന്റെ വ്യക്തിജീവിതം സങ്കീർണമായിരുന്നു. അതുതന്നെയാണ് ഇയാളുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. 3 തവണ വിവാഹിതനായ ഭയ്യാലാലിന്റെ ആദ്യ ഭാര്യ ഇയാളെ ഉപേക്ഷിച്ചു പോയി. ഇതോടെ ഇയാൾ ഗുഡിഭായ് എന്ന യുവതിയെ വിവാഹം കഴിച്ചു. ഗുഡിഭായിൽ കുട്ടികൾ ജനിക്കാത്തതിനെ തുടർന്ന് ഇവരുടെ ഇളയ സഹോദരി മുന്നി എന്ന വിമലയെ ഇയാൾ വിവാഹം കഴിച്ചു. മുന്നിയിൽ ഇയാൾക്ക് 2 മക്കളുണ്ട്. എന്നാൽ മുന്നിക്ക് പ്രദേശത്തെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായ നാരായൺ ദാസ് കുഷാഹയുമായി വിവാഹിതര ബന്ധമുണ്ടായിരുന്നു. ലല്ലു എന്ന വിളിപ്പേരുള്ള നാരായൺ ദാസുമായിട്ടുള്ള ബന്ധം തീവ്രമായതോടെ ഭയ്യാലാലിനെ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിൽ ഇരുവരും എത്തി. ധീരജ് കോൽ എന്ന തൊഴിലാളി യുവാവിനെ ലല്ലു വശത്താക്കി ഭയ്യാലാലിനെ കൊല്ലാനുള്ള പദ്ധതി തയ്യാറാക്കി. അങ്ങനെ ഓഗസ്റ്റ് 30 രാത്രി 2 മണിയോടെ ഉറങ്ങിക്കിടന്ന ഭയ്യാലാലിനെ ലല്ലുവും ധീരജും ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തി. ശേഷം മൃതശരീരം ചാക്കിലും പുതപ്പിലും പൊതിഞ്ഞ് സമീപത്തെ കിണറ്റിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഭയ്യാലാലിന്റെ രണ്ടാമത്തെ ഭാര്യ ഗുഡിഭായിയാണ് കിണറ്റിൽ പൊങ്ങിക്കിടക്കുന്ന മൃതദേഹം കണ്ടെത്തിയത്. പ്രദേശവാസികൾ പോലീസിനെ വിവരം അറിയിച്ചു. കിണറ്റിൽ നിന്ന് മൃതദേഹം പുറത്തെത്തിച്ചു. ഭയ്യാലാലിന്റെ ഫോണും കിണറ്റിൽ നിന്ന് ലഭിച്ചു. തലക്കടിയേറ്റാണ് ഭയ്യാലാൽ മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയത്. 36 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് കൊലപാതകത്തിന്റെ കാരണവും കാരണക്കാരെയും കണ്ടെത്തുകയായിരുന്നു.